ഇനി പഹൽഗാം കൂട്ടക്കൊലയിലേക്ക് വന്നാലോ? ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ചു പേരെങ്കിലും ഒരു പക്ഷേ പഹൽഗാം സന്ദർശിച്ചിട്ടുള്ളവരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പഹൽഗാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരിയായ ഒരു താഴ്വരയാണ്. ഇഡർ നദിയുടെ തീരത്തെ ഒരു മനോഹര താഴ്വര. അവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഒക്കെ അപ്പുറം ഇപ്പുറം മാറിയിട്ടാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. കൊച്ചു കൊച്ചു താഴ്വരകൾ, തുരുത്തുകൾ. അതാണ് ഈ ബൈസരൻ വാലി, ബദാം വാലി, ആരോ വാലി, ചന്ദൻവാടി എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ താഴ്വരയിൽ നമ്മുടെ ദൃഷ്ടി പരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന സ്ഥലമാണ്. അത്രേ ഉള്ളൂ. നോക്കിയാൽ അറ്റം കാണാൻ കഴിയുന്നത്ര ചെറിയ തുരുത്തുകളാണ്, മനോഹരമായ താഴ്വരകളാണ്. ബദാം എന്ന് പറയുന്ന പഴയ ഒരു ഹിന്ദി സിനിമയാണ്. ആ സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ് ബദാം വാലി എന്നിപ്പോൾ അറിയുന്നത്. അതിമനോഹരം. ഈ ബദാം വാലിക്കും ചന്ദൻവാടിക്കും ഒക്കെ ഉള്ളൊരു ഗുണം, അവിടെ വരെ നിങ്ങൾക്ക് കാറിൽ പോകാം, സ്ഥലം വരെ പോകാം. എന്നാൽ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ട ബൈസരൻ വാലി നിങ്ങൾക്ക് കാറിൽ പോകാൻ പറ്റില്ല. താഴ്വരയിൽ വാഹനം നിർത്തിയ ശേഷം ദുഷ്കരമായ പാതയിലൂടെ ആയാസപ്പെട്ട് നടക്കണം, അല്ലെങ്കിൽ കുതിരയുടെ പുറത്തു പോകണം. അങ്ങനെ പോയാൽ മാത്രമേ ഇവിടെ എത്തിച്ചേർന്നാൽ അതിമനോഹരമായിരുന്നു. അവിടെയാണ് 26 പേരെ നിഷ്ഠൂരമായി വധിച്ചത്. ഇവിടെ ഉയരുന്ന ചോദ്യം ഞാനിപ്പോഴും ഓർക്കുന്നു. ആദ്യമായി പഹൽഗാമിലേക്ക് പോകുമ്പോൾ, ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കുറെ ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ കുങ്കുമപ്പാടം എന്നറിയപ്പെടുന്ന പാമ്പോറ നമ്മൾ കടന്നു പോകുന്ന ഒരു ഗ്രാമമാണ്. ഗോറിപ്പോറ, അവന്തിപ്പോറ, പുൽവാമ, അനന്തനാഗ്, അങ്ങനെ കടന്നാണ് നാം പഹൽഗാമിലെത്തുക. ഇവിടെ എല്ലാം ഒരു 100 മീറ്റർ 200 മീറ്റർ ഇടപെട്ട് സായുധരായ പട്ടാളക്കാർ നിൽക്കും. റോഡിന്റെ സൈഡിൽ അവരുണ്ടാവും. ഓരോ സൈനികനെയും മറികടന്നാണ് നമ്മളിങ്ങനെ യാത്ര മുൻപോട്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പട്ടാളം ഉണ്ടാവും, സായുധ സൈന്യം അവിടെ എല്ലാം. എന്തിനാണ് ഇത്രയും പട്ടാളം? മറ്റൊന്നുമല്ല, ഈ പഹൽഗാമിൽ ഇതിനു മുൻപ് ഭീകരർ വന്നിട്ടുണ്ട്. വിദേശ വിനോദസഞ്ചാരികളെ അന്ന് തട്ടിക്കൊണ്ടുപോയി ഓരോരുത്തരെയായി കൊന്നു. അതാണ് നമ്മുടെ അനുഭവം. ഇന്ത്യയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ, ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ആ പഹൽഗാമിൽ ഭീകരവാദികൾ കടന്നു വന്ന വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അത് നമുക്കുള്ളൊരു പാഠമായി. നാം ജാഗ്രത പാലിച്ചു. അവിടങ്ങളിലെല്ലാം ഈ സുരക്ഷ ഏർപ്പെടുത്തി. ഒരിക്കൽ കൂടി ഇത്തരം ഒരു ആക്രമണം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത, അതാണ് അവിടെ ഉണ്ടായിരുന്നത്. എപ്പോൾ നിങ്ങൾ പോയാലും ഈ പട്ടാളത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. എന്നാൽ ഒരു മലയാളി ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നപ്പോൾ ബൈസരൻ വാലിയിൽ ഒരൊറ്റ പട്ടാളക്കാരൻ ഉണ്ടായിരുന്നില്ല. എന്തു സംഭവിച്ചു? എന്തുകൊണ്ടാണ് സൈനിക സാന്നിധ്യം ഇല്ലാതെ പോയത്? ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത്. അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? എന്താണ് സംഭവിച്ചത്? പിന്നെ നേരത്തെ സൂചിപ്പിച്ചു, അവിടേക്ക് വരണമെങ്കിൽ നടന്നു വരണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരണം. അപ്പൊ ഈ ഭീകരവാദികളും അങ്ങനെയാണ് അവിടെ വരിക. അല്ലാതെ അവർക്ക് ആകാശത്തൊന്ന് പൊട്ടിവിടാൻ പറ്റില്ല. കിലോമീറ്ററുകൾ താണ്ടി പഹൽഗാമിലെത്തി ബൈസരൻ വാലിയിലേക്ക് കിലോമീറ്ററുകൾ നടന്നു വന്നു സായുധരായ ഭീകരവാദികൾ. കൂട്ടക്കൊല നടത്തിയ ശേഷം അതേപോലെ നടന്നു പോയി. നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് മറുപടി പറയണ്ടേ? മുൻപ് വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന അനുഭവം ഉള്ളിടത്ത് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കിയില്ല? മറുപടി പറയണ്ടേ? ഇന്ത്യ ഗവൺമെന്റ് വിശദീകരിക്കട്ടെ. ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവന് നിങ്ങൾ എന്തു വില നൽകി? ആ ചോദ്യത്തിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. ഒപ്പം ഈ കൂട്ടക്കൊല നടത്തിയ ഭീകരവാദികളെ എന്ത് ചെയ്തു? അവരെ പിടികൂടാൻ കഴിഞ്ഞു. അവരെ കൈമാറണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടോ? എന്ത് നിലപാടാ കാര്യത്തിൽ സ്വീകരിച്ചു? ഇപ്പൊ വെടിനിർത്തൽ സ്വാഗതം ചെയ്യുന്നു, സമാധാനം ഉണ്ടാവും. എന്നാൽ വെടിനിർത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നു, ഞാൻ ഇടപെട്ടൊക്കെ സബൂറാക്കിയതാണ്. മലബാറിൽ അങ്ങനെ പറയാം, ഒക്കെ കോംപ്രമൈസ് ആക്കി. മറ്റേ സിനിമയിൽ പറഞ്ഞത് കോംപ്ലിമെന്റ്സ് ആക്കി എല്ലാമായി. അത് നീ ആരടാ എന്ന് ചോദിക്കാൻ കഴിയണ്ടേ ഇന്ത്യക്ക്? പണ്ടങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ
അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചപ്പോ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇന്ത്യ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതാണ് നമ്മുടെ നിലപാട്. അത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കൂടിയാലോചനകളുടെ ഭാഗമായി ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുക. ഇതാണ് സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇങ്ങോട്ട് പിന്തുടരുന്ന നമ്മുടെ നയം. ഒരു മൂന്നാം കക്ഷി അതിനിടയിൽ കൊണ്ടുപോയി ഇടപെടിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? അന്തസ്സുള്ള ഒരു രാജ്യവും സമ്മതിക്കില്ല. അതൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യലാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ ആ അർത്ഥത്തിൽ അമേരിക്ക ചോദ്യം ചെയ്തിരിക്കുന്നു. പറയണ്ടേ മറുപടി? നമ്മൾ അനുവദിച്ചോ? അനുവദിച്ചെങ്കിൽ ഏത് സാഹചര്യത്തിൽ? ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കുന്നു. ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഒപ്പം 2016 നവംബർ 8 ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തി. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അന്നെന്താ RSS പ്രചാര കേന്ദ്രങ്ങൾ രാജ്യമാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാനാണ്. ഇനി ഭീകരവാദികൾ ശ്വാസം മുട്ടിച്ചാവും. ഇവർ പറയുന്ന കേട്ടാൽ തോന്നുക 1000-ന്റെ 500-ന്റെ നോട്ടില്ലെങ്കിൽ ഭീകരവാദികളെല്ലാം മരിച്ചു പോകുന്നതാണ്. ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള നടപടിയാണ് എന്നാണ് വിശദീകരിച്ചത്. രാജ്യത്തിന് മേൽ വിവരിക്കാനാവാത്ത കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഉതകിയോ? ആ ചോദ്യം ഉയരുന്നു. ആ നടപടിയുടെ ഭാഗമായി ഭീകരവാദത്തിന് എന്തെങ്കിലും കുറവുണ്ടാകും? അതൊരു ഭ്രാന്തൻ നടപടിയായിരുന്നുവെന്ന് ഇനിയെങ്കിലും സമ്മതിക്കട്ടെ. ഭീകരവാദത്തെ കുറിച്ച്, പൊലിഞ്ഞുപോയ ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെ കുറിച്ച്, ഇന്ത്യയുടെ പരമാധികാരത്തെ പരിഹസിക്കുന്ന അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് ഒക്കെ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് മാത്രമേ ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ശരിയായ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ അതുപോലും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പരിണമിക്കേണ്ടത് എന്ന നിലപാടേ മനുഷ്യ സ്നേഹികൾക്ക് സ്വീകരിക്കാൻ കഴിയും. യുദ്ധവിരുദ്ധ നിലപാടേ യാഥാർത്ഥ്യബോധമുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാൻ കഴിയും. അപ്പോഴും ചിലർ സംശയാലുക്കളായി മാറി ചോദിക്കുന്നുണ്ട്, പലസ്തീന്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? സാധാരണക്കാരായ മനുഷ്യർ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന അവയവങ്ങളല്ല സംഘപരിവാർ അതിനായി ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രശ്നം. പലസ്തീന്റെ പ്രശ്നത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പലസ്തീനിൽ ഏതെങ്കിലും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായിരുന്നു? അല്ല. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി പലസ്തീനിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചു. അതിനെയാണോ പിന്തുണച്ചത്? തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രായേൽ യുദ്ധം തന്നെ ആരംഭിച്ചു. എന്തായിരുന്നു നിലപാട്? 2023 ഒക്ടോബർ 7-നല്ല പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ആരംഭിക്കുന്നത്. ചില മാന്യന്മാരുടെ വിശകലനത്തിൽ ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ടാണ് ചരിത്രം. അവിടുന്നാണ് പറഞ്ഞത്. ഒരു പ്രശ്നത്തെ അപഗ്രഥിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തെ നേരിടാനുള്ള ആർജവം വേണം. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എപ്പോൾ മുതലാണ് ലോകത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 948 മുതലാണ്. ഞാൻ ആ വിശദമായ ചരിത്രത്തിലേക്ക് ഇപ്പോ കടന്നു പോകുന്നില്ല. 948-ലാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ പരിസമാപ്തി. ബ്രിട്ടൻ മുൻകൈയെടുത്ത അമേരിക്കയുടെ പിന്തുണയോടെ ഒരു പുതിയ രാജ്യമൊന്നും ഉണ്ടാക്കുകയാണ്. ആ രാജ്യരൂപീകരണത്തിന് ആസ്പദമായിട്ടുള്ള കത്ത്, അതിന്റെ വിശദാംശങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരുപാട് സമയം എടുത്ത് സംസാരം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. പക്ഷെ ലോകത്തിൽ മറ്റാരും വന്ന് ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ രാജ്യം പോലും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ, കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല.
ഇപ്പൊ പിന്നെ കോൺഗ്രസ് എന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഇന്നില്ല. ഇന്ന് ഗാന്ധിജി അപമാനിക്കും വിധം ഖദർ ധരിക്കുന്ന, കോൺഗ്രസിന്റെയോ രാജ്യത്തിന്റെയോ ചരിത്രം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭിക്ഷാന്തേഹികളുടെ ഒരു കൂട്ടം മാത്രമാണ്. ഏതെങ്കിലും ഗൗരവതരമായ ഒരു പരാമർശത്തിന് പോലും അർഹതയില്ലാത്ത വിധം ഇന്ത്യയിലെ കോൺഗ്രസ് നിർജീവമായി കഴിഞ്ഞു. പക്ഷെ 48-ലെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല ഇസ്രായേലിനെ. മഹാത്മാഗാന്ധി അംഗീകരിച്ചിട്ടില്ല, നെഹ്റു അംഗീകരിച്ചിട്ടില്ല, ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല.